ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്നതിൽ തുടങ്ങിയിരിക്കുന്നു. യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും സമാധാനത്തോടുകൂടി വന്ന് പോകാൻ പറ്റുന്ന സംസ്ഥാനം കേരളമാണ് തെളിയിച്ചുകൊണ്ടിരിക്കുക. ബിസിനസ്സുകാരായിരുന്നാലും ടൂറിസ്റ്റുകാരായിരുന്നാലും മറ്റ് യാത്രക്കാരായിരുന്നാലും ഒക്കെ തന്നെ വന്നു പോകാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. അത് ഇന്നിപ്പോൾ ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരള മോഡൽ അതാണ്. ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും അതേപോലെ തന്നെ MP-യുമായിട്ടുള്ള റഹീം കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ നോർത്ത് ഇന്ത്യൻ മോഡൽ അതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലതവണ MP തന്നെ പലതവണ ദേശീയതലത്തിലടക്കം ഇതാക്കിയതാണ്. പക്ഷേ ഇത് ദേശീയതലത്തിൽ പോലും ശ്രദ്ധേയമാകാൻ പോകുന്ന ഒരു വിവാഹമായി മാറുകയാണ്. അല്ല, തീർച്ചയായിട്ടും വളരെയധികം ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഈ ഇന്റർ റിലീജിയസ് മാരേജ് എന്നൊക്കെ പറയുന്നത് മറ്റു പല സ്റ്റേറ്റിലും അല്ലെങ്കിൽ ഇന്റർ കാസ്റ്റ് മാരേജ് ഇതൊക്കെ ചിന്തിക്കാൻ പോലും കഴിയില്ല ഇന്ത്യയുടെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത്. പക്ഷെ അതിവിടെ വളരെ ന്യൂട്രലായി വളരെ സർവ്വസാധാരണമായി ഇവിടെ നടത്താൻ കഴിയും എന്നുള്ളതാണ് കേരളത്തിന്റെ കരുത്ത്. അതൊരു മാതൃക. മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി എത്തുന്നു വരുന്നു. ഇതെങ്ങനെയാണ് പുറം ലോകം അറിഞ്ഞത്, നിങ്ങൾ അറിഞ്ഞത്, നമ്മൾ അറിഞ്ഞത്? ഇവിടെ അഭയം തേടിയ ഒരു വളരെ പ്രസിദ്ധ, നിങ്ങൾ ആലോചിക്കണം, എത്രമാത്രം പ്രിവിലേജ്ഡായ സെലിബ്രിറ്റിയായ ഒരു യുവതിക്ക് കേരളത്തിൽ വരികയും കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയും ചെയ്യേണ്ടി വന്നിട്ട് പറയുകയാണ് എനിക്കിവിടെ മാത്രമേ സുരക്ഷിതത്വമുള്ളൂ. അപ്പോൾ പ്രിവിലേജ്ഡ് അല്ലാത്ത സാധാരണക്കാരായ ഇതര മതസ്ഥർ അല്ലെങ്കിൽ ഇന്റർ റിലീജിയസ് മാരേജിനോ ഇന്റർ കാസ്റ്റ് മാരേജിനോ തുനിയുന്നവർ, പ്രണയത്തിന് മതവും ജാതിയൊന്നും ഇല്ലല്ലോ, അങ്ങനെ സ്വയം തയ്യാറാകുന്നവരുടെ അവസ്ഥ ഇന്ത്യയിൽ എന്തായിരിക്കുമെന്ന് വെറുതെ ഒന്ന് ചിന്തിക്കൂ. വളരെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ലോകമറിയുന്ന മൊണാലിസയ്ക്ക് ഇവിടെ വന്നിട്ട് അഭയം തേടേണ്ടി വരികയാണ്. പോലീസിനെ കണ്ട് പറയാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് രക്ഷ, അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണം എന്ന് പറയാം. അതാണ് കേരളം, അതാണ് കേരളത്തിന്റെ സ്പിരിറ്റ്. ആ സ്പിരിറ്റ്, ആ കമ്മ്യൂണൽ ഹാർമണി, ആ കേരളത്തിന്റെ കരുത്ത് അതുപോലെ തുടരും, അതുപോലെ തുടരണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും വളരെ നന്ദി. ഇപ്പോൾ MP-യും അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് CPM ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള ആക്ടിംഗ് ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള റഹീമാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് മൊണാലിസയ്ക്ക്. നമുക്കറിയാം, അത് കേവലം സോഷ്യൽ മീഡിയ മാത്രമല്ല, അതൊക്കെ കടന്നവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. അഭിനയത്തിലൂടെ അവർ വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഈ പറയുന്ന ദേശീയതലത്തിൽ പോലും വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിച്ച ഒരു സെലിബ്രിറ്റിയായി മാറുന്നു. ആ സെലിബ്രിറ്റിക്ക് പോലും അവരുടെ സംസ്ഥാനത്ത്, ഇൻഡോറാണ് അവരുടെ സംസ്ഥാനം, മധ്യപ്രദേശാണ്, അവിടെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഇന്റർ റിലീജിയസ് മാരേജ് ഒരു വിവാഹത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പകരം അവർ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനിലേക്ക്, തമ്പാനൂർ പോലെയുള്ള കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനിലേക്ക് കൊച്ചിയിൽ നിന്നും കാമുകൻ ഫർമാൻ ഖാനൊപ്പം ട്രെയിൻ കയറി ഇവിടേക്ക് എത്തേണ്ടി വരുന്നു. അവിടെ എത്തിയ ശേഷമാണ് അവർക്ക് ആ വിവാഹം പോലും നടത്തണമെന്നുള്ള കാര്യം പറയുന്നു. ഏതായാലും CPM-നെ സംബന്ധിച്ച് അവർ പറയുന്ന കേരള സ്റ്റോറി അടക്കമുള്ള കാര്യങ്ങൾ വന്ന സമയത്ത് CPM ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് കേരളത്തിന്റെ ഒരു റിലീജിയസ് ഹാർമണിയതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ മതേതരത്തെക്കുറിച്ചൊക്കെ ആവർത്തിച്ച് പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.